നമ്മളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. കല്യാണത്തിന് പോകുന്നതിൻ്റെ ഷോ അല്ല, മുടി ഒന്ന് വെട്ടിയതിൻ്റെ ഷോയാണ് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കാം, കാരണം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്ക് പോകുമല്ലോ. അതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കാൻ കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ പോവാണ്, നമ്മൾ ഫാമിലി ആയിട്ടൊരു കല്യാണത്തിന് പോവാണ്. പോകാൻ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് നമ്മൾ പറന്ന് പോവാണ് ഓട്ടോയിൽ. എന്നുവെച്ചാൽ കെട്ട് കഴിയുന്നതിന് നമ്മളങ്ങ് എത്തണ്ടേ, അങ്ങനെ പോവാണ് കേട്ടോ. കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. നമ്മൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതെൻ്റെ ചേട്ടൻ്റെ മോളാണ്, ഇളയ മോളാണ് കേട്ടോ. കണ്ടോ അവൾ രാജാവിനെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അവളുടെ ചേച്ചിയെ കാണിച്ചു തരുക. ഇതാണ് മൂത്ത മോൾ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ. വെട്ടിയിട്ട് ഷോയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് മുടി ഇട്ടിറങ്ങിയപ്പോൾ കാറ്റടിച്ചൊരു കോലമായി. എന്തോ ചെയ്യാനാ, ഒതുങ്ങിയിരിക്കുന്നതേ ഇല്ല, ഇരിക്കത്തില്ല. അത് നമ്മൾ അങ്ങനെ ആക്കി വെച്ചേക്കുമല്ലേ മുടി. പക്ഷേ ആ ഒരു സെറ്റ് ചെയ്തതൊക്കെ ആ കാറ്റടി കൊണ്ടപ്പോഴേ എല്ലാം പോയി, പ്രതീക്ഷകളെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുനലൂർ ബസ് സ്റ്റാൻഡ്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. പുനലൂർ വന്നവർക്ക് ബസ് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടായിരിക്കും. പുനലൂർ നമ്മുടെ തൂക്കുപാലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. അപ്പം തൂക്കുപാലം കാണാൻ വന്നിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. എന്തായാലും കഴിഞ്ഞില്ല കേട്ടോ കല്യാണം. നമ്മൾ വന്നതിന് ശേഷമാണ് താലിയിട്ടൊക്കെ കഴിഞ്ഞത്. താലിയിടുന്നതൊരു വലിയ ചടങ്ങ് തന്നെയാണ് കേട്ടോ. അത് ക്യാമറമാൻ സെറ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെ മാത്രമേ നമ്മൾ താലിയിടാൻ പാടുള്ളൂ. മുഹൂർത്തമൊന്നുമല്ല, ക്യാമറ ഏത് പൊസിഷനിൽ എപ്പോൾ വരുന്നു, അവരെപ്പോൾ പറയുന്നു അപ്പോൾ നമ്മൾ താലിയിടും. അതാണ്. കുറേ നേരമായി എടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചു താലിയും കൊണ്ട് എന്ത് ചെയ്യുവാന്ന്. അതിനുശേഷം നമ്മൾ കഴിക്കാൻ പോയി. കഴിക്കാൻ എന്തായിരിക്കും, നല്ല മണം വരുന്നുണ്ടായിരുന്നു. നമ്മൾ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. അതങ്ങനെ കഴിക്കുവാണ്. പനിയായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇതൊന്നും നോക്കരുത്. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കൂടെ ആയപ്പോൾ അരവാ, നല്ല അന്തസ്സ്. അതല്ലേ, നമ്മൾ കല്യാണത്തിന് പോയ ഐസ്ക്രീം ബിരിയാണി ഇതെല്ലാം മസ്റ്റല്ലേ. ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കാറ്റ് കൊള്ളാൻ നിൽക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ഉടനെ പോകണം, തിരിച്ച് പോകണം. അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ളവരൊക്കെ അടുത്ത കുടുംബക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലും എനിക്ക് മുടി ഒതുക്കാനേ ടൈമുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇപ്പം മുടിക്ക് അധികം പറക്കലില്ല. അങ്ങോട്ട് പോയപ്പോഴായിരുന്നു മൊത്തത്തിൽ കുളമായത്. കൈ എൻ്റെ തലയിൽ നിന്ന് എടുക്കാനേ പറ്റിയിട്ടില്ല. മുടി ഒതുക്കിക്കൊണ്ട് തന്നെ ഇരിക്കലായിരുന്നു ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പം മുടി വെട്ടിയാൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പണി കിട്ടുന്നത്. പക്ഷേ എങ്ങനെയുണ്ട്, ഹെയർ കട്ട് ചെയ്ത് കൊള്ളാമല്ലേ. എനിക്കില്ല, ഹെയർ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഹെയർ കട്ട് ചെയ്യുന്നത് ഈ ഒരു മോഡലിൽ തന്നെയാണ്. ഇനി നമുക്ക് പുതിയതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ എന്താ ഒരു ടൂറിസ്റ്റ് ബസ് പോകുന്നു. സൺഡേ ആയതുകൊണ്ട് വേറെ എവിടേക്കോ കല്യാണങ്ങളുണ്ടായിരുന്നു, അവിടുത്തെ വണ്ടികളാണെന്ന് തോന്നി പോകുന്നത്. അങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി കടയിലൊക്കെ കയറി അങ്ങനെയൊക്കെ പതിയെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഊണൊക്കെ കഴിഞ്ഞില്ലേ, ഊണല്ല ബിരിയാണിയൊക്കെ കഴിഞ്ഞില്ലേ, ഒന്ന് ഉറങ്ങാം. ഓക്കെ, ബായ്.